അറിയിപ്പാൻ ഏൽപ്പിച്ച ദൂതിലേക്ക് പ്രവേശിക്കുകയാണ്. Let us enter into the message that the Lord has put into my heart. 12-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കാം. Psalms 12 verse 1. Let's read from Psalm 12 verse 1. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. Yes. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ ഉറഞ്ഞിരിക്കുന്നു. Right, verses. Psalm 12 verse 1 we read, "Help Lord, for the godly man ceases, for the faithful disappear from among the sons of men." ഈ സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം ഒരു നിലവിളിയാണ്. And this psalm, the first verse, it's a crying out to the Lord. എന്നാൽ 5-ാം വാക്യം അതിന്റെ ഉത്തരമാണ്. But verse 5 is the answer for that. ഫസ്റ്റ് വായിച്ച 5-ാം വാക്യം. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. അടുത്തത്, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. 1-ാം വാക്യം നിലവിളിയെങ്കിൽ 5-ാം വാക്യം ഉത്തരമാണ്. The first verse is a prayer of crying out and verse 5 is the reply. നമ്മുടെ ദൈവം നിലവിളി കേൾക്കുന്നവനും ഇറങ്ങി വരുന്നവനുമായ ദൈവമാണ്. Amen. Hallelujah. Our God is the one who listens to our cry and he will come down for us. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനും ഉത്തരമരുളുന്നവനുമായ ദൈവമാണ്. Amen. Our God is the one who hears our prayer and he answers us. അവിടെ ഒരു പ്രധാന പദം നമുക്ക് കാണാൻ കഴിയും. And there is an important thing that we can note there. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘനിശ്വാസവും നിമിത്തം ഞാൻ എഴുന്നേൽക്കും. For the oppression of the poor, for the sighing of the needy, I will arise, says the Lord. ദീർഘനിശ്വാസം നിമിത്തം ഞാൻ എഴുന്നേൽക്കും. For the sighing of the needy, I will arise. നമ്മുടെ ദൈവം ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നവനാണ്. When we cry out, our Lord listens to our prayer. ശബ്ദമെടുക്കുവാൻ കഴിയാതെ നെടുവീർപ്പുകൾ മാത്രം സ്വർഗ്ഗത്തിലേക്ക് അയച്ചാലും അതിനവൻ ഉത്തരം തരുന്ന ദൈവമാണ്. But if there is no voice coming out, but if it's just a deep sigh that's coming out from you, the Lord is ready to answer for you. Hallelujah. Hallelujah. വിശുദ്ധ ബൈബിളിൽ മറ്റൊരു വാക്യമുണ്ട്. And there is another word in the Bible. യഹോവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. Lord, every desire of it's in front of you. എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. My struggle that is not hidden from you. എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. And my distress is not hidden from you. നമ്മുടെ ദൈവം നമ്മുടെ ഞരക്കത്തിന് ഉത്തരം തരുന്നവനാണ്. Because whatever distress or struggles, the Lord is answering to us. നിങ്ങളുടെ അടുത്തിരിക്കുന്ന സഹോദരി നിങ്ങളുടെ ഹൃദയത്തിന്റെ ഞരക്കം അറിയാത്തപ്പോഴും, and when your brother or sister who is sitting near to you, they don't know within your heart. ഹൃദയത്തിന്റെ ഞരക്കം അറിയുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. But the Lord who knows the pain in your heart, he has come into our midst. പരിശുദ്ധാത്മാവിനോട് പറയാം, and by the Holy Spirit I can tell you this. രഹസ്യമായി കരയുന്നതിന്, and maybe you are crying in a secret place, ദൈവം പരസ്യമായി ഉത്തരം തരുന്ന ദൈവമാണ്. but the Lord is going to reward or answer you publicly. ആരോടും പറയാതെ ആരും അറിയാതെ നിങ്ങൾ കരയുന്നതിന്, and if there is any area that you are crying tearful but no one knows about, എല്ലാവരും കാണുന്ന ദൈവം ഉത്തരം തരുന്ന ദൈവമാണ്. but the Lord is going to answer you publicly. വിശ്വസിക്കുന്നവർ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. If you believe this, let's go glory to our God. നിങ്ങളെല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ടെ. Let us all worship and give praises to God. രഹസ്യമായി കരയുന്നതിന്, and maybe you are crying in a അവൻ secret place, പരസ്യമായി ഉത്തരം തരുന്ന ദൈവമാണ്. but the Lord is going to answer you നീ publicly. ആരോടും പറയാതെ കരയുന്നതിന്, and maybe you are crying without saying to anyone, എല്ലാവരും കാണുന്ന ദൈവം ഉത്തരം തരുന്ന ദൈവമാണ്. but the Lord is going to answer you in front of everyone. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, and as we read in the verse, യഹോവേ രക്ഷിക്കണമേ, Lord deliver me, ഭക്തന്മാർ ഇല്ലാതെ പോകും. and for the godly men ceases. യഹോവേ രക്ഷിക്കണമേ, help Lord. പ്രസംഗികർ ഇല്ലാതെ പോകുന്നല്ല, It's not that the preachers are disappearing. പ്രവാചകർ ഇല്ലാതെ പോകുന്നല്ല, It doesn't say that the prophets are disappearing. എഴുത്തുകാരില്ലാതെ പോകുന്നല്ല, It is not that the writers are disappearing. ഭക്തന്മാരില്ലാതെ പോകുന്നു. But this says that for the faithful disappear. ദൈവത്തിന് ആവശ്യം കുറച്ച് പ്രസംഗികരെയല്ല, and the Lord is not looking for some great preachers, കുറച്ച് പ്രവാചകരെയല്ല, and not very great prophets, കുറച്ച് വിമർശകരെയല്ല, and not some people who criticize. ദൈവത്തിന് ആവശ്യം ഭക്തന്മാരെയാണ്. but the Lord is looking for the faithful one. 1000 പ്രസംഗികന്മാരുടെ ഒന്നിച്ചു കൂടിയാൽ പിശാചിന് ഭയമില്ല. and when 1000 people who can preach, when they come together, the demons are not afraid of them. 2000 പ്രവാചകന്മാരോട് ഒന്നിച്ചു കൂടിയാൽ പിശാചിന് പേടിയില്ല. when 2000 prophets come together, the devil is not പ്രാർത്ഥിക്കുന്ന 10 ഭക്തന്മാരുടെ മുട്ടുകുത്തിയാൽ പിശാചിന് ഭയമാണ്. Amen. but the one who is praying, if 10 of them come together, the devil cannot stand before them. പ്രാർത്ഥിക്കുന്ന 10 ദൈവമക്കൾ എഴുന്നേറ്റാൽ ഇവിടുത്തെ സാത്താന്യ കോട്ടകൾ വിറയ്ക്കാൻ തുടങ്ങും. if faithful men of God are ready to rise up, we will be able to destroy the everything of the enemy. എത്രയൊക്കെ കരങ്ങളടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. and hallelujah, let us clap our hands and give out glory to our God. ഭക്തന്മാരില്ലാതെ പോകുന്നു. the faithful one disappear. ആരാണ് ഭക്തൻ? who are the faithful ones? എന്താണ് ഭക്തി? and what is faithfulness? വിശുദ്ധ ബൈബിളിൽ ഭക്തി എന്നതിന്
4 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. And from the word of God there are 4 things that is seen in the Bible. ഒന്നാമത് ഉപയോഗിച്ച പദം ഫിയർ എന്ന പദമാണ്. And the first thing is it says fear. രണ്ടാമത് ഉപയോഗിച്ച പദം റെവറൻസ് എന്ന പദമാണ്. The second one is reverence. മൂന്നാമത് ഉപയോഗിച്ച പദം ഒബീഡിയൻസ് എന്ന പദമാണ്. And third one is obedience. നാലാമത് ഉപയോഗിച്ച പദം ലവ് എന്ന പദമാണ്. Fourth one is love. ഭക്തി എന്ന ഒറ്റ വാക്കിന് 4 അർത്ഥങ്ങളുണ്ട്. And when we say faithful, there are 4 meanings, 4 things behind നിങ്ങൾക്ക് it. പറയാം എന്തൊക്കെയാണത്? And if we can repeat that again, fear, ഭയം, ബഹുമാനം, reverence, obedience. ഒബീഡിയൻസ്, അനുസരണം, സ്നേഹം. ഭക്തനാരെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി. And if we ask someone who is faithful, there is one word we can answer. എല്ലാവരെക്കാളുപരി, And more than everyone, എല്ലാറ്റിനേക്കാളുപരി, more than anything, ആര് ദൈവത്തെ ഭയപ്പെടും അവനാണ് ദൈവഭക്തൻ. I mean, those who fear the Lord, he is faithful one for the Lord. എല്ലാവരെക്കാളുപരി, And more than everyone, എല്ലാറ്റിനേക്കാളുപരി, more than anything, ആര് ദൈവത്തെ ബഹുമാനിക്കും I mean, who gives reverence to God, അവനാണ് ദൈവഭക്തൻ. he is a faithful one for God. എല്ലാവരെക്കാളുപരി, More than anyone, എല്ലാറ്റിനേക്കാളുപരി, more than anything, ആര് ദൈവത്തെ അനുസരിക്കും who is obedient to God, അവനാണ് ദൈവഭക്തൻ. and he is faithful one for the Lord. എല്ലാവരെക്കാളുപരി, More than anyone, എല്ലാറ്റിനേക്കാളുപരി, more than anything, ആര് കർത്താവിനെ സ്നേഹിക്കും who loves the Lord, അവനാണ് ദൈവഭക്തൻ. he is a faithful one for God. ഇന്ന് രാവിലെ ഈ രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ എല്ലാവരെക്കാളുപരി എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു? Amen. How many of us can say this evening that I love my God more than anything and anyone? Praise the Lord. ഇന്ത്യയിൽ 1000-ഓളം ദൈവമക്കൾ ആരാധിക്കുന്ന ഒരു സഭയിൽ 2 തവണ ഞാൻ പ്രസംഗിക്കുകയുണ്ടായി. And I have preached in a church where thousands of people come together to worship. I have preached there twice. അവിടെ ആരാധനയ്ക്ക് വരുന്ന ദൈവമക്കളുടെ ഒരു പ്രത്യേകത, And the people who come together to worship there, that അവർ speciality. വരുന്നവർ മുമ്പിൽ നിന്ന് ഇരുന്ന് തുടങ്ങും. And whoever comes to first, they sit at the front seat, and that's how they start. അവരെല്ലാവരും മുട്ടിന്മേൽ നിൽക്കും. And they all get on their knees. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥിരം സീറ്റ് ഉണ്ട്, അവിടെ നമ്മൾ മാറത്തില്ല. And in many places I have seen this, that we have all got a special seat and we will not move away from that. ഇവിടെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സ്ഥിരം സീറ്റ് ഉണ്ട്, അവിടെ തന്നെ വന്ന് നമ്മൾ ഇരിക്കുകയുള്ളൂ. And I think here also it's the same, that we all have a special seat and we always sit there. എന്നാൽ അവിടെയുള്ള ദൈവമക്കൾ വരുന്നവർ മുമ്പിൽ നിന്നിരുന്നു തുടങ്ങും. But the people of God there, whoever comes first, they sit at the front. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല. They don't speak to each other. അവർ പരസ്പരം സംസാരിക്കും മുമ്പ് Before they talk to each അവർ other, ദൈവത്തോട് സംസാരിച്ചു തുടങ്ങും. they start talking to അവർ God. മുട്ടിന്മേൽ നിൽക്കും. And they get on to their അവർ knees. കൈകൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കും. They lift up their hands towards അവർ heaven. ഒന്നിച്ച് വിളിച്ചു പറയും, And they cry out together. എല്ലാവരെക്കാളുപരി, And more than anyone, എല്ലാറ്റിനേക്കാളുപരി, more than anything, ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. we love you, Lord. നിങ്ങളിൽ എത്ര പേർക്ക് തന്റെ ഇടത്തോട് പറയാൻ I കഴിയും? mean, how many of us can say that with എന്റെ confidence? അപ്പനേക്കാളുപരി, More than my എന്റെ father, അമ്മയെക്കാളുപരി, more than my mother, എന്റെ ഭാര്യയെക്കാളുപരി, more than my wife, എന്റെ ഭർത്താവിനേക്കാളുപരി, more than my എന്റെ husband, ജോലിയേക്കാളുപരി, more than my ഞാൻ job. എന്റെ കർത്താവിനെ സ്നേഹിക്കുന്ന പറയാൻ. Amen. Are we ready to say that I love my ഞാൻ എന്റെ Lord? കർത്താവിനെ സ്നേഹിക്കുന്ന പറയാൻ. Amen. We are ready to love തന്റെ our ഇടമുള്ള ദൈവമക്കൾ കൈ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Lord. With a confidence, let us lift our hands and give praises to our God. നിങ്ങൾ ഏതൊന്നിനെ അഗാധമായി സ്നേഹിക്കുമോ And അതായിരിക്കും നിങ്ങളുടെ ദൈവം. I mean, whatever you love the most, that will be your God. പണത്തെയാണെങ്കിൽ അതാ നിങ്ങളുടെ ദൈവം. If it is money, that is your God. മക്കളെയാണെങ്കിൽ അതാ നിങ്ങളുടെ ദൈവം. And if it is your children, they are your God. ജോലിയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ദൈവം. If you love your job more than anything, that is your ഒരു God. ഭക്തൻ എല്ലാവരെക്കാളുപരി എല്ലാറ്റിനേക്കാളുപരി ദൈവത്തെ സ്നേഹിക്കുന്നവനായിരിക്കും. But a faithful man will love the Lord more than anyone, more than anything. ഇരമ്യാ chapter 32 verse 38. ഇരമ്യാ പ്രവചനം 32-ാം അധ്യായം 38-ാം വാക്യം നോക്കുക. Let's turn to Jeremiah chapter 32 verse 38. അവരെനിക്ക് ജനമായി, Yes. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. വായിച്ചോ. അവർക്കും അവശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം Yes. അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിനാണ്. ഇംഗ്ലീഷിൽ വായിച്ചു വേണേ. ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും. പിന്നെ അത് വായിക്കണം. ഇംഗ്ലീഷിൽ വായിച്ചു. അവർക്കും, അല്ലെങ്കിൽ ഞാൻ പറയാം, അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം. And they shall be my people and I will be their God. Then I will give them one heart and one way, that they may fear me forever, for the good of them and their children after them. നീ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയാൽ, And if you are ready to serve the Lord, ദൈവം നിന്റെ കാര്യം മാത്രം നോക്കി നിർത്തുന്നവനല്ല. I mean, the Lord will not just stop looking after നിനക്ക് you. ശേഷം ദൈവം നിന്റെ തലമുറയുടെ കാര്യവും നോക്കുന്നവനാണ്. Amen. But the Lord is going to look after your children എത്ര after. പേർക്ക് വാ തുറന്ന ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ Amen. കഴിയും? Hallelujah. ഹല്ലേലൂയ. Hallelujah.
ഹല്ലേലൂയ. Hallelujah. നിനക്ക് ശേഷം ദൈവം നിന്റെ സന്തതിയുടെയും കാര്യം നോക്കുന്നു. Amen. After you, the Lord is promising that He will look after അടുത്ത your വാക്യം children. നോക്കുക. And when we look at the next, അവരെന്നെ വിട്ടുപിരിയാതിരിക്കേണ്ടതിന് so that they will not depart from me, എങ്കലുള്ള ഭക്തി ഞാൻ അവരുടെ ഉള്ളിലാക്കും. and I will put my fear within them. അവിടെ ഇരിക്കുന്ന ഭക്തിക്ക് ഫിയർ എന്ന പദമാണ്. And here it says the word fear. ഞാൻ എന്റെ ഭയം അവരുടെ ഉള്ളിലാക്കും. I will put my fear within എന്റെ them. ഭക്തി അവരുടെ ഉള്ളിലാക്കും. I will put my fear within them. ദൈവത്തിന്റെ ഭക്തി അകത്താകുന്നവന് വിട്ടുമാറാൻ കഴിയില്ല. And if we have that fear of God within our heart, we cannot depart from it. യേശുവിന്റെ സ്നേഹം അകത്താകുന്നവൻ യേശുവിനെ വിട്ടുമാറാൻ കഴിയില്ല. And if we have the love of God within our heart, we cannot go away from Him. Praise the Lord. Hallelujah. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് ലീഗ ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. And that is why in the book of Romans, Apostle Paul says this. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ നോക്കിയാൽ In Romans chapter 8 we read this. 35 വാക്യങ്ങളിൽ From verse 35 we can പൗലോസ് ചോദിക്കുന്നു, and Apostle Paul says യേശു this. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? Who shall separate us from the love of Christ? കഷ്ടതയോ, Shall tribulation പട്ടിണിയോ, or distress ആപത്തോ, or persecution വാളോ, or famine നഗ്നതയോ, or nakedness? നിർത്തിയിട്ട് വീണ്ടും തുടങ്ങുകയാണ്. And stopping and he starts again. ഇപ്പോഴുള്ളതോ And anything that is here വരുവാനുള്ളതോ, and the things that are yet to come. ഉയരത്തിനോ And if any height ആഴത്തിനോ and depth, മരണത്തിനോ death ജീവനോ or life, മറ്റു യാതൊരു ശക്തിക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. and I have this great assurance that none of these things can be able to separate us from the love of God. ഒന്നിന് ഓപ്പോസിറ്റ് ആണ്. Amen. One is opposite to the other one. ഉയരം ആഴം, And height or depth, മരണം ജീവൻ, death or life. ഇപ്പോഴുള്ളതോ വരാനുള്ളതോ The things that are here and the things yet to come. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം And what that means are, ഇപ്പോഴത്തെ എന്റെ കഷ്ടത മാറി എനിക്ക് സമൃദ്ധി വന്നാലും, and maybe in the middle of the struggles or the, എന്റെ സമൃദ്ധി മാറി എനിക്ക് കഷ്ടത വന്നാലും, and maybe I am flourishing or prospering, ഇതിനേക്കാൾ നല്ലൊരു ഭരണം വന്നാലും, and maybe I have a better government. എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ഒരു ശക്തിയും കഴിയില്ല. Amen. But none of these can separate me from the love of Christ. Amen. എത്ര പേർക്ക് ശക്തിയുടെ സ്തോത്രം പറയാം? Amen. Hallelujah. ഇതായിരിക്കണം നമ്മുടെ തീരുമാനം. Amen. That should be our decision. നമ്മൾ ചോദിക്കുന്നെല്ലാം ദൈവം തന്നുകൊണ്ടിരുന്നാൽ ദൈവം നല്ലവരെന്ന് പാടാൻ എല്ലാവർക്കും കഴിയും. I mean, if we receive everything what we ask, we can easily say God is good. എന്നാൽ പ്രതീക്ഷിക്കാത്ത സംഭവിക്കുമ്പോഴും ആഗ്രഹിക്കുന്നത് നടക്കാതിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന എല്ലാ ഉത്തരം ലഭിക്കാതിരിക്കുമ്പോഴും ദൈവം നല്ലവരെന്ന് പറയാൻ കൃപ ലഭിച്ചവനാണ് ഒരു ഭക്തൻ. Amen. When unexpected things come into our life and when all our prayers are not answered, if we are still ready to say God is good, and that is a real faithful man of God. ദൈവഭക്തി അകത്തുള്ളവനെ യേശുവിനെ വിട്ടുമാറുവാൻ കഴിയില്ല. I mean, if we have the true fear within our heart, we cannot depart from Him. 16-ാമത്തെ വയസ്സിൽ വിശുദ്ധ ബൈബിൾ കയ്യിൽ പിടിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചയാളായിരുന്നു സുന്ദർ സിംഗ്. I mean, Sumar Singh was someone who took the Bible at the age of 14 and he poured kerosene and he burnt the Bible. എന്നാൽ സുന്ദർ സിംഗിനെ യേശു സന്ദർശിച്ചു. But we know that the Lord has visited Sundar Singh. സുന്ദർ സിംഗ് യേശുവിന്റെ പൈതലായി മാറി. And he became a child of God. അവൻ ക്രിസ്ത്യാനിയായി എന്നറിഞ്ഞപ്പോൾ And once he became a Christian. അവന്റെ അപ്പൻ വളരെയധികം വിഷമിച്ചു. And his father was against him. അവന്റെ അമ്മാവൻ അവനുള്ള സകല സ്വത്തും അവനെ കാണിച്ചു. And his uncle has shown him every property and everything that he can. അവന്റെ മകളെ കാണിച്ചു. And he has shown the daughter. ഈ മകൾ നിന്റെ ഭാര്യയാകേണ്ടതാണ്. And she's going to be your wife. ഈ സ്വത്ത് മുഴുവൻ നിനക്ക് ഞാൻ തരും. And all this land, everything I'm going to give to you. സുന്ദർ സിംഗിന്റെ മറുപടി. And Sundar Singh replied this. നിന്റെ സമ്പത്തിനേക്കാൾ നിന്റെ മോളേക്കാൾ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. Amen. More than all the money and the wealth, more than this girl, I love my God. സുന്ദർ സിംഗ് ഈ ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിച്ചത് തന്റെ അപ്പനെ ആയിരുന്നു. Sundar Singh loved his father more than anyone. തന്റെ പിതാവും ഏറ്റവും അധികം സ്നേഹിച്ച് സുന്ദർ സിംഗിനെ ആയി. And also his dad loved him the most. സുന്ദർ സിംഗിന്റെ അപ്പൻ വിചാരിച്ചു, ഞാൻ അവനെ കണ്ട് യേശുവിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും. I mean, his dad thought that I'm going to see him and I will bring him back from Christ. സുന്ദർ സിംഗിന്റെ അപ്പൻ സുന്ദർ സിംഗിനെ കാണാൻ വന്നു. And Sundar Singh's dad came to see him. ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. And only one question here. ആ ചോദ്യം ഇതായിരുന്നു. That was this. മകനെ സുന്ദർ സിംഗേ, My son Sundar മകനെ Singh. സുന്ദർ സിംഗേ, My son Sundar നീ Singh. എന്നെക്കാളുപരി യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? Do you love Jesus Christ more than me? സുന്ദർ സിംഗിന്റെ മറുപടി, Sundar Singh replied. ഡാഡി, ഞാൻ നിന്നെക്കാളുപരി എന്റെ യേശുവിനെ സ്നേഹിച്ചു പോയി. Amen. Yes, Dad, I love Jesus more than you. എന്നവർക്ക് സ്തോത്രം പറയാൻ.
നമ്മൾ സാധാരണ ഒരു പാട്ട് പാടാറുണ്ട്. And normally we sing a song. I have decided to follow Jesus. ചേർത്ത് പാടിക്കേ. I have decided to follow Jesus. കയ്യൊന്ന് അടിച്ചേ. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. ഒന്നുകൂടെ. I have decided To follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back. no turning back. ഈ പാട്ട് പാടിക്കൊണ്ട് യേശു കർത്താവിന് വേണ്ടി ഒരു ദൈവദാസനും തന്റെ 4 കുഞ്ഞുങ്ങളും രക്തസാക്ഷികളായി മരിച്ചിട്ടുണ്ട്. I mean, singing this song, one man of God and his 4 children, they became martyrs for Christ. ആ സുവിശേഷം പ്രസംഗിച്ചതിന് വേണ്ടി രക്ഷയിൽ ഒരു സുവിശേഷകനെയും തന്റെ 4 കുഞ്ഞുങ്ങളെയും ഭാര്യയും റഷ്യൻ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു. I mean, because of preaching the gospel, that a man of God and the 4 children and the family was arrested. കമ്മ്യൂണിസം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ And it was the time was communism was growing. അവർ യേശുവിനെ ആരാധിക്കുന്ന ഒന്നിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും മക്കളുമായി. And the family, they were worshipping the Lord together. അവരെ അറസ്റ്റ് ചെയ്തു. They were arrested. ഒന്നുകിൽ ആരാധിക്കുന്ന നിർത്തണം, And either they should stop worshipping God, യേശുവിനെ പ്രസംഗിക്കുന്ന നിർത്തണം, and they have to stop preaching the Lord. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. And otherwise you have to get out of the house. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. They got out of that house. ആ വീടിനെ അവർ സീൽ വെച്ചു. And the house was sealed. ഈ വീട് ഞങ്ങൾ എടുക്കാൻ പോണെന്ന് പറഞ്ഞു. And the others said that they are going to take that ഈ house. ദൈവദാസൻ തന്റെ ഭാര്യയും 4 കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി ഇങ്ങനെ പാടി. And the man of God took the 4 children and his wife and sang this. You take the whole world, but give me Jesus. എനിക്കുള്ളതെല്ലാം നീ എടുത്തു കൊടുക്കുക, യേശുവിനെ എനിക്ക് തരിക. I mean, you can take away everything what you have, but you give me Jesus. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണ് നിനക്കുള്ളതെല്ലാം ഞങ്ങൾ എടുക്കാൻ പോവാ. And then they said, though, so then we are going to take everything what you have. ദൈവദാസനെയും ഭാര്യയും കൈകാലുകൾ കെട്ടി അവിടെ ഇട്ടു. And they bound the husband and the wife, their hands and feet were bound. എന്നിട്ട് അവിടെ 4 കുഞ്ഞുങ്ങളെയും തലകീഴായി ഇങ്ങനെ കെട്ടി തൂക്കി. And the 4 children were hung upside down. എന്നിട്ട് ഓരോ കുഞ്ഞുങ്ങളുടെയും തല വെട്ടുവാൻ തുടങ്ങി. And they started executing all the 4 children. They cut their heads off. 3 കുഞ്ഞുങ്ങളുടെയും തല വെട്ടി മാറ്റി. And they killed the 3 children. 4ാമത്തെ കുഞ്ഞിന്റെ തല വെട്ടാൻ തുടങ്ങുമ്പോൾ And as they were going to kill the 4th one, ഈ പെറ്റതള്ള ആ കുഞ്ഞിനോടുള്ള സ്നേഹ നിമിത്തം യേശുവിനെ തള്ളി പറയുവാൻ വാതുറന്നു. and this mother was about to open her mouth to deny Christ. അപ്പോൾ ആ കുഞ്ഞിങ്ങനെ വിളിച്ചു പറഞ്ഞു, And then this child said this, മമ്മി പാടില്ല, Mummy, don't do that. മമ്മി പാടില്ല, Mummy, don't do this. എന്റെ അച്ചാച്ചന്മാർ പർദീസുടെ തീരത്തെത്തി. And my brothers, they have reached in the heaven already. അവരെന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. And they are looking at me and smiling. ഞാൻ അവിടേക്ക് പറന്നു പോകാൻ പോകുകയാണ്. I am going to fly there with them. മമ്മയും പപ്പിയും അവിടെ എത്തണം. And Mummy and Daddy, you also should come നമുക്ക് over. ഒന്നിച്ച് നമ്മുടെ കർത്താവിനെ അവിടെ ആരാധിക്കാം. I mean, we can worship our Lord together there. Amen. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ അവർ കൊന്നു കളഞ്ഞു. I mean, they killed that child as ഈ well. ദൈവദാസൻ യേശുവിനെ തള്ളി പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ And because the man of God was not denying Christ, ഈ ദൈവദാസിയെ തന്റെ ഭാര്യയെ തന്റെ കൺമുമ്പിൽ വെച്ച് വിട്ടുകൊടുക്കി. and they also killed his wife in front of him. അപ്പോൾ അദ്ദേഹം പാടി, should no one join me? ആരും എന്നോടൊപ്പം യേശുവിനെ പിൻപറ്റാനില്ലെങ്കിലും ഞാൻ എൻ്റെ യേശുവിനെ പിൻപറ്റും. And he said, maybe others, no one follow along with me, but I will follow Jesus. അവൻ പറഞ്ഞാലാണ് നീയും മരിക്കാൻ ഒരുങ്ങുക. And then they said, then get ready to die. അപ്പോൾ ആ ദേവദാസൻ പാടി, the cross before me, the veil behind me. കുരിശാണ് എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത്, മരണമാണ് എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത്, എങ്കിലും ഞാൻ യേശുവിനെ പിൻപറ്റും. And then the man of God sang this, saying that the cross is before me, but the death is before me, but I am going to follow Jesus. യഥാർത്ഥ ദൈവസ്നേഹം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? Did you understand the true love of Christ? 10,000 ദൈവമക്കൾ യേശുവിന് വേണ്ടി രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. And 10,000s of people are becoming martyrs for Christ. ഇന്ത്യയിൽ വടക്കേ ഇന്ത്യ ഗ്രാമങ്ങളിൽ അനേക കർത്താവിനായി പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. And North India, many people have been persecuted for that. നിങ്ങൾ ഓർക്കണം, യേശുവിന് വേണ്ടി മരിക്കുക എന്നത് ഭാഗ്യമാണ്.
I mean, it is such a great privilege and blessing to die for Christ. എത്രയോ പേർ യേശുവിനായി രക്തസാക്ഷികളായിട്ടുണ്ട്. I mean, how many people have become martyrs for ഈ Christ? വേദപുസ്തകം നമ്മുടെ കയ്യിൽ ലഭിക്കാൻ എത്ര പേർ കാരണമായിട്ടുണ്ടെന്ന് And അറിയാമോ? many people have paid the price, and they were the reason for us to hold this Bible today. എങ്ങനെയായിരുന്നു ദൈവമക്കളെ കൊല്ലുന്നത് നിങ്ങൾക്കറിയാമോ? Do you know how those people were killed, the people of God? രണ്ട് വൃക്ഷാഗ്രങ്ങൾ ഒരുമിച്ച് പിടിച്ച് വലിച്ചു പിടിപ്പിച്ചിട്ട് And they used to bring two branches of trees together. ദൈവമക്കളെ രണ്ട് കാലുകൾ രണ്ട് വൃക്ഷത്തിലേക്ക് കിട്ടും. And they will tie the people of God on both the trees. അതിനുശേഷം ഈ വൃക്ഷാഗ്രങ്ങൾ അകറ്റിവിടും. And then they will separate these branches of the tree. രണ്ടായി അവർ വലിച്ചീറപ്പെടും. And they were cut in two. അനേക വിശുദ്ധന്മാരുടെ വിശേഷ പ്രസംഗങ്ങളിൽ നാക്ക് നീട്ടിയടിച്ച് ആണി അടിച്ചിട്ടിട്ടുണ്ട്. And many people of God, they have took their tongue out and they have nailed. അവരുടെ ശരീരം മുഴുവൻ പഴുത്ത് സെപ്റ്റിക്കായി അവർ മരിച്ചിട്ടുണ്ട്. And many people have got infected wound or pus all over the body and they have died. അനേക ഭക്തന്മാരെ ശവത്തോട് കൂട്ടിക്കെട്ടിയിടുമായിരുന്നു. And many faithful ones, they were tied along with the dead bodies. ആ ശവത്തിന്റെ ദുഷിച്ച വായു ശ്വസിച്ച് അനേകർ മരിച്ചിട്ടുണ്ട്. And because of the smell from the dead body, many faithful men of God have died. ഇലക്ട്രിസിറ്റി പ്രാവർത്തിയമാകും മുമ്പ് Before the electricity has come, മെഴുക് വെട്ടിത്തിളപ്പിച്ചിട്ട് ആ മെഴുകിനകത്ത് മെഴുക് തുണി മുക്കി ഈ ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ കാൽപാദം മുതൽ തലവരെ ചുറ്റുമായിരുന്നു. and they used to cover the people of God with the wax cloth around the body from head to toe. അതിനുശേഷം വൈകുന്നേരത്തെ ഈ മെഴുക് ശരിക്ക് തീ കൊടുത്തു. And then they used to light those. ആ മെഴുക് ഇങ്ങനെ ഉരുകി കത്തുന്നതനുസരിച്ച് ഈ ദൈവമക്കൾ ഉരുകി റോമൻ തെരുവീതിയിൽ അവസാനിച്ചിട്ടുണ്ട്. And the Roman streets, how they were lighted like that, and because how the wax melted, and also these people of God, they have died. നമ്മൾ ഇന്ന് ഇത്രയും സ്വാതന്ത്ര്യത്തോട് അനുഗ്രഹത്തോട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആയിരങ്ങൾ നമുക്ക് വേണ്ടി യേശുവിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുണ്ട്. And today when we have this freedom to worship the Lord in such a great way, how many people have become martyrs for Christ? എല്ലാവർക്കും ഒന്ന് ചേർന്ന് പാടാൻ കഴിയുമോ? ഗായകസംഘം ചേർന്ന് പാടി I have decided To follow Jesus. ശബ്ദം ഉയർത്തി പാട്. I have decided to follow Jesus. I have decided to follow Jesus. No turning back. കയ്യൊന്നടിച്ചേ. No turning back. No turning back. The cross before me, the world behind me. The cross before me, the world behind me. Yes. The cross before me, amen. The world behind me. No turning back, no turning. മലയാളം യേശുവിൻ പിൻപിൽ പോകാനും വെച്ചു. യേശുവിൻ പിൻപിൽ പോകാനും വെച്ചു. യേശുവിൻ പിൻപിൽ പോകാനും വെച്ചു. പിന്മാറാതെ ഞാൻ മാറാതെ പിന്മാറാതെ ഞാൻ മാറാതെ. ഓ ഐ ഹൗ ഡിസൈഡ് ചേർന്ന് പാടിക്കേ വാതുറന്ന് Jesus, I have decided to follow Jesus. I have decided to follow Jesus. Not turning back, not turning back, not turning back. Hallelujah. ഇന്നലെ രാത്രി നമ്മുടെ തീരുമാനം ഇതായിരിക്കണം. Amen. Tonight, let us this be our decision. Not turning back. Amen. പിന്മാറില്ല. We are not going to എനിക്ക് turn back. പിന്മാറാൻ കഴിയില്ല. And I am not able to turn back. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ Amen. With the power of the name of Jesus. ഇന്ന് രാത്രി ദുഷ്ടാത്മസേനകളെ അന്ധകാര ശക്തികളെ നോക്കി പറയാൻ യേശുവിനെ വിട്ടുമാറാൻ കഴിയില്ലെന്ന്. Amen. Looking on the principalities and the Amen. powers of the darkness, let us Hallelujah. declare this that I am not ready to go back. ശക്തിയോടെ കരമടിച്ചുകൊണ്ട് Amen. പറയാം. Hallelujah. Let us clap our hands and lift എനിക്ക് declare പിന്മാറാൻ that. കഴിയില്ല. And I am not going to turn back. Hallelujah. Not turning back. എനിക്ക് പിന്മാറാൻ കഴിയില്ല. Amen. I am not ready to turn back. യേശുവിനെ പിൻപറ്റും. Amen. I will follow my Jesus.
നമ്മുടെ തീരുമാനമായിരിക്കും. Amen. Let this be our decision. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ മലയാളത്തിൽ ഒരു പാട്ടുണ്ട്. Amen. There is a word in Malayalam. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലോ കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലോ, ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നാലോ കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലോ, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലോ, എല്ലാം പ്രതികൂലമായിരുന്നാലോ, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായിരുന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെ. ഈ പാട്ട് എഴുതിയത് അന്നമ്മ മാമൻ എന്ന് പറയുന്ന അഭിഷക്തയായ ഒരു അമ്മച്ചിയായിരുന്നു. Amen. This song is written by someone named an anointed woman of God, Annamma. അവരെ 19ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. And at the age of 19, she accepted Christ as her അവർ savior. വിശ്വാസ സ്നാനം സ്വീകരിച്ചതിന്റെ പേരിൽ And because she has took the water വീട്ടിൽ baptism, നിന്ന് അടിച്ചിറക്കി. she was casted out of her family. അവരുടെ അപ്പൻ പറഞ്ഞു ഭക്ഷണം കൊടുക്കരുതെന്ന്. And her dad said, do not give her any food. അവരുടെ വീടിന് മുൻവശത്തുള്ള, നിങ്ങൾ കേരളത്തിൽ നിന്ന് നോക്കി ചരിത്രം അറിയാമായിരിക്കാം, വീടിന് മുമ്പിലുള്ള ഇരുത്തിൽ പശുക്കളെ ഇടുന്നിടത്ത് അവർ കിടക്കാൻ തുടങ്ങി ചെറുപ്പത്തിൽ. And at that young age, she was asked to sleep in the place where the cows were put. ഒരാഴ്ച അവിടെ കിടന്നു, പട്ടിണി കിടന്നു. And she was there starving for 1 week. ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ And her dad said not to give her any food. കഴിയുമ്പോൾ യേശുവിനെ ഉപേക്ഷിച്ച് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. And her dad thought that she's going to come back denying Christ. Praise the Lord. ഒരാഴ്ച കഴിഞ്ഞ് അപ്പൻ അവിടെ ഇല്ലാത്ത സമയം നോക്കി. And after 1 week, when her dad was not around, അവിടുത്തെ വേലക്കാരുടെ കൈവശം, and along with the servant who was there, മറ്റതുള്ള അമ്മ കുറച്ച് ചോറ് വാരി ഒരു ന്യൂസ് പേപ്പറിലിട്ട് പട്ടിക്ക് കൊടുക്കുന്നത് കൊടുത്തു വിട്ടു. and her mom gave her some food which was placed in a newspaper. വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ഇവരിത് വായിലോട്ട് വെക്കുമ്പോൾ, And because of that great hunger, as she ate that food, അവരുടെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകി. and her eyes were filled with tears. അതിനകത്തെ കണ്ണുനീരുകൾ വീണു. And the tears went into that food. ഈ ചോറ് കഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ നാവിൽ നവ്യഗാനം നൽകി. And as she was eating this food, the Holy Spirit put this new song into her. എന്താണ് നമ്മൾ പാടിയത്? And that is what the ഞെരുക്കത്തിന്റെ അപ്പം തിന്നാലും, and maybe I am eating that bread of കഷ്ടത്തിന്റെ distress, കണ്ണുനീർ കുടിച്ചാലും, and maybe I am going through this tears, ദുഃഖത്താൽ ക്ഷയിച്ചാലും, and maybe my physical body is growing weak, എല്ലാം പ്രതികൂലമായ, and maybe things are against me, ഞാൻ ക്രൂശെ നോക്കി യാത്ര ചെയ്യും. but I am going to travel looking into that cross. മനോഹര ഗാനമാണെന്നറിയാമോ? I mean, it is such a beautiful song. വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യവിടുന്നുണ്ടവിടയെത്തി കർത്തരോടു കൂടെ വിശ്രമിക്കും. നിത്യവിടുന്നുണ്ടവിടയെത്തി കർത്തരോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ, ജീവൻ വച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ. ഓ പൊറുവ
ഇത് നമ്മുടെ സമർപ്പണമായി. Amen. Let this be our dedication. ദയവായി ഇരിക്കാം, ഒന്നുകൂടി ഇരിക്കാം. ഈ അന്നമ്മമാമനെ ദൈവം കൈവിട്ടില്ല. And the Lord has not forsaken her. അവരെ ദൈവം ലോകത്തിന്റെ 5 വൻകരയിലേക്കും അയച്ചു. Amen. The Lord has sent her to all different 5 continents. ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും മലയാളികൾ ഇംഗ്ലണ്ടിൽ വരും മുമ്പ് അന്നമ്മമാമൻ ഇവിടെ ഇംഗ്ലീഷ് ചർച്ചുകളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന് യേശുവിനെ പ്രസംഗിച്ചു. Before any other Malayalis came here, she has accepted the invitation here from the English churches and she came here to preach. അമേരിക്കയിൽ അവർ യേശുവിനെ പ്രസംഗിച്ചു. And she's gone to America to preach. ഒരിക്കൽ അമേരിക്കയിൽ അവർ പ്രസംഗിക്കുമ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. And as she was preaching and she was praying for the sick അമേരിക്കയിൽ in America. അപ്പോൾ അമ്മയുടെ ഉദരം മുതൽ അന്ധയായിരുന്ന 13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന്റെ യേശു കർത്താവ് കാഴ്ച കൊടുത്തു. I mean, a child, she was born blind and the Lord healed the child. അവരുടെ കണ്ണിനെ കർത്താവ് തുറന്നു. I mean, the Lord opened that 13-year-old girl's eyes. ആ പെൺകുട്ടിക്ക് കല്യാണമായപ്പോൾ 20-ആം വയസ്സിലൂടെ കല്യാണമായപ്പോൾ And at the age of 20 when that girl was getting married. അവിടെ അമ്മ അന്നമ്മമാമനെ ഓർത്തു. And her mother remembered Annamamaman. അവർക്ക് ആഗ്രഹമുണ്ടായി അന്നമ്മമാമന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. And she wanted to give a gift to Annamma. പക്ഷേ ഇന്നത്തെ പോലെ നോ ഇമെയിൽ, നോ അഡ്രസ്, നോ ടെലിഫോൺ നമ്പർ. I mean, like today there was no easy access to know the address or the telephone number or anything. ഇതിലവർക്ക് ആഗ്രഹം അന്നമ്മമാമന് ഗിഫ്റ്റ് കൊടുക്കണം. But this mother had a great desire to give a gift to Annamma. അവരെന്നാ ചെയ്തെന്നറിയാമോ? Do you know what she did? അവരൊരു ഗിഫ്റ്റ് വാങ്ങി. They brought a gift. അത് പൊതിഞ്ഞു. She wrapped it. എന്നിട്ട് ഒരു കത്ത് അവർ എഴുതി. And she wrote a letter. ആരുടെ പേർക്ക് ആ കത്ത് എഴുതിയെന്നറിയാമോ? And do you know how she named it? അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പേർക്ക് ഒരു കത്ത് എഴുതി. And she wrote that letter addressing to Indira Gandhi, who was the prime minister of that day. ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ. Dear prime minister. അവിടുത്തെ രാജ്യത്ത് നിന്ന് ഭൗതിയുടെ രാജ്യത്ത് നിന്ന് ഒരു മഹതി ഞങ്ങളുടെ നാട്ടിൽ വന്നൊരു മിഷണറി വരുന്ന യേശുവിനെ പ്രസംഗിച്ചു. And there was a great woman of God who came from your country. She came over here to preach Jesus. അവർ യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ജന്മന അന്ധയായിരുന്ന എന്റെ മകളുടെ കണ്ണ് യേശു തുറന്നു. And when she prayed to Jesus, my child, my daughter, she was born blind, and Jesus touched and healed her. ഇന്ന് അവിടെ കല്യാണ ദിവസമാണ്. And today she is getting married. എനിക്കൊരു സമ്മാനം കൊടുക്കണം. I want to give a gift to that woman of God. ഭൗതിയുടെ പേർക്ക് അയക്കുകയാണ്. I mean, so I am sending this. ഇത് അന്നമ്മമാമനെ ഏൽപ്പിക്കണം. And please hand this over to Annamama. അവിടെ കത്തിയെന്നു. And this letter reached them. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വായിച്ചു നോക്കി. And when the personal secretary of the prime minister went to that, അന്വേഷിക്കാൻ തുടങ്ങി. they started searching for this. അപ്പോഴാണ് കേരളത്തിലാണെന്ന് അറിഞ്ഞു. And they understood that she is in Kerala. കുമ്പനാടാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞു. They understood that she live in Kumbanad. ആ ഗിഫ്റ്റ് കൊണ്ടുവന്ന് അന്നമ്മമാമന്റെ കയ്യിൽ കൊടുത്തു. And that gift was brought to Annamama and given to her. ഇന്ത്യൻ പ്രധാനമന്ത്രിയും അറിഞ്ഞു ഇന്ത്യയിൽ ഒരു മിഷണറി വനിതയുണ്ടെന്ന്. The Indian prime minister came to know that there is a missionary in India. ഇത്രവർക്ക് കൈലാടിച്ച ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും.
ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. I mean, those who honor the Lord, He will honor them. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. I mean, if you honor God, He ഞാൻ will honor. പറഞ്ഞു വരുന്നത് ഭക്തിയെ കുറിച്ചാണ്, And I'm sharing about the faithfulness ദൈവസ്നേഹത്തെ കുറിച്ചാണ്. and about the love of God. കർത്താവിന്റെ സ്നേഹം അകത്താകുന്നവനെ And when you have the love of God within you, യേശുവിനെ വിട്ടു മാറാൻ കഴിയില്ല. we cannot depart from the Lord. വിശുദ്ധ ബൈബിളിൽ From the Bible, ദൈവത്താലും by God, മനുഷ്യനാലും by man, പിശാചിനാലും by devil, സ്നേഹിതരാലും and beloved, സ്നേഹിതരാലും by the friends. ഭക്തനെന്ന് സാക്ഷ്യം ലഭിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. And there is someone who had the testimony or the witness from everyone. ആരാണത്? Who is that? ജോബ്. യോബിന്റെ പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. In the book of Job, we read this. ഊസ് ദേശത്ത് യോബ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. And there was a man named Job in the land. ഇവൻ നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനുമായിരുന്നു. And he was righteous and blameless in the sight of അത് God. പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമാണ്. And that is the testimony of the Holy Spirit. പുസ്തകം എഴുതിയ ആളുടെ സാക്ഷ്യമാണ്. And that is the things written, testified by the one വിശുദ്ധ ബൈബിൾ എഴുതിയ ആരാണ്? who has wrote the Holy Bible. പരിശുദ്ധാത്മാവാണ്. It's written by Holy Spirit. പരിശുദ്ധാത്മാവ് പറഞ്ഞു യോബ് ഭക്തനാണ്. And the Holy Spirit says that Job was a faithful man. ആറാം വാക്യം നിങ്ങൾ നോക്കിയാൽ, സമയമില്ലാത്ത ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുകയാണ്. ആറാം വാക്യം നോക്കിയാൽ, When we read from verse 6, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ ചെല്ലുവാൻ ചെന്നു. now there was a day when the sons of God came to അവരുടെ present കൂട്ടത്തിൽ themselves. സാത്താനും ചെന്നു. And Satan also came along. ഉടനെ സ്വർഗ്ഗത്തിൽ ദൈവം ചോദിക്കുന്നു, And the Lord said to Satan, നീ എന്റെ ദാസനായ യോബിന്മേൽ ദൃഷ്ടി വെച്ചുവോ? and have you considered my servant Job? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനും ഭൂമിയിൽ ആരുമില്ലല്ലോ. There is none like him on the earth, a blameless and upright man, one who fears God and shuns evil. ഇതാര് പറഞ്ഞതാണ്? Who said this? സ്വർഗ്ഗത്തിലെ ദൈവം പറഞ്ഞതാണ്. This is said by the Lord in heaven. യോബ് ഭക്തനാണ്. Job is a faithful ഉടനെ man. പിശാചി പറയുകയാണ്, And we can see that അവൻ Satan says, വെറുതെയാണോ ഭക്തനായിരിക്കുന്നത്? this Job fear God for nothing. അതായത് ലോകത്തിൽ ആരെ കുറിച്ചും നല്ലത് പറയാത്ത ഒരാളുണ്ടെങ്കിൽ അത് പിശാചാണ്. We know that Satan never says a good thing about anyone. ആ പിശാചി പോലും സമ്മതിച്ചു യോബ് ഭക്തനാണ്. And even that Satan accepts here, says that അതിന് Job has the കാരണം fear അവൻ of God. പറഞ്ഞത് പിന്നെ ഞാൻ പറയാം. And the reason he says that I will explain it out. അവന്റെ സ്നേഹിതന്മാർ പറഞ്ഞു അവൻ ഭക്തനാണ്. And his friends said that he is a faithful one. എല്ലാവരും പറഞ്ഞതിനേക്കാൾ ഞാൻ അംഗീകരിക്കുന്ന ദൈവം തമ്പുരാൻ പറഞ്ഞാൽ മറ്റൊരാൾ പറഞ്ഞു അവൻ ഭക്തനാണെന്ന്. ആരാ പറഞ്ഞേ? And about more than all this, I accept something that someone else said that he is a man of God who fears the God. ആരാ പറഞ്ഞേ? അവന്റെ ഭാര്യ. And his own wife said that he feared God. അവന്റെ ഭാര്യ പറഞ്ഞതാ സാക്ഷ്യം. And when his wife said that is the true testimony. അത് കിട്ടാൻ ഇച്ചിരി പാട്. And it is very difficult to get that. ഭാര്യ പറഞ്ഞു, ഇപ്പോഴും നീ ഭക്തനായിരിക്കുകയാണോ? And the wife has asked her, why do you hold fast onto your integrity still now? ആ സാക്ഷ്യം കിട്ടാൻ ഇച്ചിരി പാട്. And it is very difficult to get that ഈ testimony. ലോകത്തെല്ലാം ഓടി നടന്ന് പ്രസംഗിക്കുന്ന നമ്മളെ കുറിച്ചൊക്കെ പലർക്കും പല സാക്ഷ്യവും കാണും. And when we go around preach in different parts, there could be many testimonies or by ഞാൻ different. എന്റെ പെണ്ണും പിള്ളേയും പിള്ളേരും എന്നെ കുറിച്ച് എന്നാ പറയാ, അതാ സാക്ഷ്യം. But what my wife and my children say about me, that is the true testimony. അതാണ് യഥാർത്ഥ സാക്ഷ്യം. I mean, that is the true testimony. നമ്മൾ ക്ഷമിക്കണം, നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കേരളക്കാരൊരാളെ കുറിച്ച് നല്ലതപ്പട പറയുന്നറിയാമോ? And when do we normally say a good thing about someone in India or Kerala? മരിച്ചു കിട്ടിയ ചത്ത് കിട്ടിയ After they die, that is when we say good thing about അയ്യോ them. എന്തോ ഒരു പൊക്കിപ്പറച്ചിലാണ്. And we hear then people saying very good things about them. ജീവിച്ചിരിക്കുമ്പോൾ മുഴുവൻ ദുഃഖവും കൊടുത്തും മരിച്ചു കിട്ടിയവരുടെ പൊക്കവും ചെയ്യും. But when they are alive, we give them lot of troubles. But as soon as they die, we boost them up or say many good things about them. ജീവകാലത്ത് പ്രശംസിക്കണം. I mean, but when we are alive, we should ഒരു be കുഞ്ഞു proud. ഇവിടെ നന്നായി പാടിയാൽ അവൻ ഇറങ്ങുന്നതിന് മുമ്പ് അവനെ അപ്രീഷിയേറ്റ് ചെയ്യണം. And if a child sing a good song, we have to appreciate before ഒരു they get നല്ല up. വചനം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇറങ്ങും മുമ്പ് പറയണം, ദൈവാത്മാവനോട് സംസാരിച്ചത്. And if you hear a good word before you leave this place, you have to say that the Spirit of God has spoke to me Praise today. Lord. Amen. Hallelujah. Hallelujah. Praise Lord. Hallelujah. നമ്മളെ കുറിച്ച് നമ്മുടെ കൂടെ താമസിക്കുന്നവർക്കാണ് നമ്മളെ നന്നായി അറിയുന്നത്. I mean, those who live with us, they know us better than വിശുദ്ധ anyone. ബൈബിളിൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരൊരുത്തി പ്രവാചകന്റെ അരികിൽ വന്നു. I mean, in the Bible we can see that one of the wife of the prophet, they came to the prophet. 2 രാജാക്കന്മാർ 4:1 ഞാൻ പറയുന്നത്. In 2 Kings chapter 4 verse 1. പ്രവാചകന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, And the wife said this, യജമാനനെ, my master, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. and my servant, your servant, my husband is dead. നിന്റെ ഭർത്താവിനേക്കാൾ എന്റെ ഭർത്താവിനേക്കാൾ നിന്റെ ദാസനായിരുന്നു. And more than my husband, he was your servant. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. Your servant, he was a faithful man of God. അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ?
Are we listening to this? ഞാൻ ആയിരക്കണക്കിന് വേദിയിൽ പറഞ്ഞിട്ടുണ്ട്, I have said this in many places. നിങ്ങൾ ഒരു ഭക്തനാണെന്ന് ആരും പറഞ്ഞില്ലെങ്കിലും, And maybe others may not say that you are a faithful നിങ്ങൾ man of God. ഭക്തയാണെന്ന് ആരും പറഞ്ഞില്ലെങ്കിലും, Maybe others are not saying that you are a നിങ്ങൾ faithful man. ജീവനോടിരിക്കുമ്പോഴോ നിങ്ങളുടെ കണ്ണടഞ്ഞ ശേഷമോ നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളുടെ തലമുറയുടെ കണ്ണ് നിറയണം. Amen. Hallelujah. When you are alive or even after you die, when they think about, when your children think about you, their eyes should be filled with അവര് tears. പറയണം, എന്റെ പപ്പ ഒരു ദൈവഭക്തനായിരുന്നു, And your children should say that my dad, my mom, he was a എന്റെ faithful. മമ്മി ഒരു ദൈവഭക്തയായിരുന്നു. My mom is a faithful woman of God. അപ്പോൾ ദൈവത്താലും മനുഷ്യനാലും എല്ലാം ഭക്തനാണെന്ന് തെളിയിക്കപ്പെട്ടു. And through men, through God, it was proven that Job was a faithful അപ്പോൾ man. പിശാചി പറയുകയാണ്, So Satan says this. വെറുതെയാണോ ഭക്തനായിരിക്കുന്നത്? Does he just ആ വാക്യം നോക്കിയാട്ട്, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു, is he faithful for simple thing because you have put a hedge around him? നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. You have blessed him. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? It's written down there. നീ അവനും You have for him, അവന്റെ വീടിനും for his house അവനുള്ളതിനൊക്കെയും വേലി കെട്ടിയിരിക്കുന്നു. and his possessions, everything you have put a അപ്പൊ hedge എത്ര around. വേലിയുണ്ട്? How many ഹലോ, hedges? എത്ര വേലിയുണ്ട്? How many hedge is 3 around? വേലി. There are 3 hedges ഒന്ന് around. ഇയ്യോബിന് ചുറ്റും ഒരു വേലി, The first is a hedge around him. 2 ഇയ്യോബിന്റെ കുടുംബത്തിനൊരു വേലി, A hedge around his household 3 അവനുള്ളതിനൊക്കെയും ഒരു വേലി. and around everything that he has there. ഇയ്യോബിന്റെ മകനെടുത്ത് കുവൈറ്റിലുണ്ട് അവരൊരു വേലി, And if there is a son in Kuwait, he will have a hedge. ഇന്തോനേഷ്യയിലുണ്ട് അവിടെ ഒരു വേലി, And if another one in another place, he will have a സൗത്ത് hedge. ആഫ്രിക്കയിലുണ്ട് അവിടെ ഒരു വേലി. And if there is a son in South Africa, he നിനക്ക് will have a hedge. മാത്രമല്ല നിനക്കുള്ള സകലത്തിനും ദൈവത്തിന്റെ വേലിയുണ്ട്. Amen. Not just for you, So- with everything that you have, the Lord have put a hedge around. അപ്പോൾ ഒന്നാമത് പിശാചി പറയുന്നു, And the first thing Satan says, നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, you have blessed him. നീ അവനിട്ട് വേലി കെട്ടിയിരിക്കുന്നു. You have put a hedge ഒരു around കൈ him. നീട്ടി നീ അവനെ തൊടുക, And if you are able to touch, stretch out your അവൻ hand and touch. മുഖത്ത് നോക്കി നിന്നെ തള്ളി പറയും. And he is going to curse you at your അപ്പോൾ face. പിശാചി പറയുന്നത്, And Satan says ഒന്ന് that. നിന്റെ ഡിവൈൻ പ്രൊട്ടക്ഷൻ, നിന്റെ സംരക്ഷണ അവനുള്ളത് കൊണ്ടാണ് And because he has a divine protection from you. അവൻ And ഭക്തനായിരിക്കുന്നത്. that is why he is fearing 2 you. നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. And the second thing, you have blessed him. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ In our words, അവന് ജോലിയുണ്ട്, he has a job. അവന് കാറുണ്ട്, He has a car. അവന് വീടുണ്ട്, He has a അവന് house. മക്കളുണ്ട്. He has നീ children. എല്ലാ വിധത്തിലും അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. And you have blessed him with everything. അതുകൊണ്ടാണ് അവൻ And ഭക്തനായിരിക്കുന്നത്. that is why he fears നീ you. അവനെ ഒന്ന് തൊട്ടു നോക്ക്, But if you stretch out your hand and touch അപ്പോൾ him, വിവരമറിയാം. then you will know the truth. ഉടനെ ആ വെല്ലുവിളി യേശു നമ്മുടെ ദൈവം സ്വീകരിച്ചു. But God is accepting that challenge. എന്റെ കുഞ്ഞെന്നെ സ്നേഹിക്കുന്നത് ഞാൻ അവന് വീട് കൊടുത്തോണ്ടല്ല, My child is not loving him because I have given him a house. ജോലി കൊടുത്തോണ്ടല്ല, Not because I have given him a good മക്കളെ job. കൊടുത്തോണ്ടല്ല. Not because I have blessed him with children. ഇതെല്ലാം പോയാലും അവനെ സ്നേഹിക്കും. And even if he lose everything, he will still love you. എത്രവർക്ക് കൈ ഉയർത്തി വാതുറന്ന ശക്തിയുടെ സ്വതന്ത്രം Amen. How many of us can say hallelujah to that? ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രാൻ ഒരു വേലി പൊളിച്ചു കൊടുത്തു. And one hedge was broke. അവന്റെ ഉള്ളതിൽ അതിന്റെ കയ്യിലിരിക്കുന്നു, And everything that he has, I will give അവനെ to you. തുടരുന്നു പറഞ്ഞു. But the Lord says, do not touch him. യോബിന്റെ സമ്പത്ത് പോയി, Job has lost all his wealth. അവന്റെ മക്കളും പോയി. And he has lost his പക്ഷെ children. വേദോസം പറഞ്ഞു, ഇവയൊന്നിനാലും യോബ് ദൈവത്തിൽ ദോഷം ആരോപിച്ചില്ല. But the word of God says that even after this, Job has not spoken anything against God. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിൽ വീണ്ടും പിശാച് ചെല്ലുന്നു. And in the 2nd chapter, the Satan again ആ goes. വാക്യം വായിക്കുമ്പോൾ ഞാൻ കരയാറുണ്ട്. When I read that verse, my eyes fill with ദൈവം tears. തമ്പുരാൻ ചോദിക്കുന്നു, നീ വെറുതെ എന്റെ കുഞ്ഞിനെ ദ്രോഹിച്ചെന്ന്. And the Lord says to Satan that you have destroyed my everything. വെറുതെ എന്റെ കുഞ്ഞിനെ ദ്രോഹിച്ചു. And for no reason you have touched him. ഇപ്പോഴും അവൻ ദൈവഭക്തനായിരിക്കുന്നു. And even now he is a blameless and ഉടനെ upright പിശാച് man. പറയുകയാണ്, And again Satan answers this. ത്വക്കിന് പകരം ത്വക്ക്, കണ്ണിന് പകരം കണ്ണ്, മനുഷ്യൻ തനിക്കുള്ളതെല്ലാം തനിക്ക് ജീവന് പകരം നൽകും. Skin for skin, as all that a man has, he will give for his life. തൃക്കൈ നീട്ടി നീ അവനെ തൊടുക, അവൻ കർണിനെ ഉപേക്ഷിക്കും. But stretch out your hand now and touch his bone and his flesh, and he will അപ്പോൾ curse you. സ്വർഗ്ഗത്തിലെ ദൈവം പറയുന്നത്, അവൻ നിന്റെ കയ്യിലിരിക്കുന്നു. And the Lord says to Satan, behold, he is in your hand, അവന്റെ പ്രാണനെ നീ തുടരുത്. but spare his life. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി 3 അല്ല വേലി 4-മതുണ്ടെന്ന്. And that is when I understood it was not 3 hedges, but there was 4. 4-മതൊരു വേലിയുണ്ട്.
there is a fourth hedge. നിന്റെ പ്രാണന് ചുറ്റും ഒരു വേലിയുണ്ട്. I mean, there is a hedge around your life. ഓ ശമാർഗന സന്ധനയ. നിന്റെ പ്രാണന് ചുറ്റും ഒരു വേലിയുണ്ട്. I mean, there is a hedge around your life. ദൈവം തമ്പുരാൻ അനുവദിക്കാതെ പൊളിക്കാൻ പിശാചിന് കഴിയില്ല. I mean, without God's permission, no Satan can destroy that. നിന്റെ ഉണ്ട മണ്ടയ്ക്കൂടെ പാണ്ടിലോറി കയറി ഇറങ്ങിയാലും നീ ചാകില്ല. കാരണം ദൈവിക വേലി നിന്റെ പ്രാണന് ചുറ്റുമുള്ളിടത്തോളം. Amen. Hallelujah. I say, nobody say this. Maybe you can meet with a big accident. Whatever happens, the devil cannot touch because the Lord has put his hedge around your life. കൈകളടിച്ച വാതുറന്ന ശക്തിയോടെ സ്വന്തം പറയാൻ യോബ് തമ്മിലാരും പാപം ചെയ്തിട്ടില്ല. I mean, no one has sinned there. അവൻ ദോഷം ആരോപിച്ചില്ല. And he has not done പ്രിയ anything. ദൈവമക്കളെ, നമ്മൾ അത്രയധികം കർത്താവിനെ സ്നേഹിക്കുന്നു. I mean, do we actually love the Lord that എന്റെ ജീവനേക്കാൾ യേശു എനിക്ക് വലിയവനാണ്. I mean, more than my life, God is bigger. ഒരു വാക്യം വായിച്ച് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ പോകുകയാണ്. I mean, I just would like to read and before ഇവിടെ ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും ബൈബിൾ തുറക്കണം. and if you have bought the Bible here, if I would ഇവിടെ ഇത്രയും കുഞ്ഞുങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. I'm so happy to see so many children here. യെശയ്യാ chapter 59 verse 21. യെശയ്യാ പ്രവചനം 59:21 വാക്യം. Isaiah chapter 59 verse 20. നിങ്ങൾ എല്ലാവരും ബൈബിൾ തുറക്കുക. And if you have got a Bible, പാസ്റ്റർ വാക്യം വായിക്കുന്നതാണ്. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ബൈബിളിൽ നിങ്ങളുടെ ആ വാക്യം നിങ്ങൾക്ക് പേനയുണ്ടെങ്കിൽ വരയ്ക്കുക. അതിനടിയിൽ ആ വാക്യത്തിനടിയിൽ വരയ്ക്കുക. I just want to encourage that if you got the Bible, if you got a pen, I would say that if you can highlight that verse. ഇപ്പോൾ ഇല്ലെങ്കിൽ വീട്ടിൽ പോയി വരച്ചോണം. And otherwise, when you get back home, just യെസ് highlight പാസ്റ്റർ it. വായിച്ചാട്ടെ. ഞാൻ അവരോട് കേട്ടോ? ചെയ്തിരിക്കുന്ന നിയമമോ ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഇംഗ്ലീഷ് പറഞ്ഞോ സിസ്റ്റർ പറയാമെങ്കിൽ. As for me, says the Lord, this is my covenant with ഇംഗ്ലീഷ് them. പറഞ്ഞാൽ മതി. വായിച്ചാൽ മതി. വായിക്കൂടെ ഇംഗ്ലീഷ്? My spirit which is upon you, Ah. and my words which I have put in your mouth, Ah. shall not depart Ah. from your mouth, nor from the mouth of your offspring, nor from the mouth of your offspring's offspring. കൈ ഉയർത്തി വാതുറന്ന ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. Amen. Hallelujah. നിങ്ങൾ ഈ വാക്യത്തിന്റെ അടിയിൽ വരയ്ക്കണം. I mean, if you can underline those verses. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിങ്ങൾ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോ. I mean, every morning and evening, place hand on this verse and pray. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? And what do you have to pray? എന്താണ് ദൈവം പറഞ്ഞത്? And what is the Lord ഞാൻ spoken? അവരോട് മനസ്സിലൂടെ ഫീഡ്ബാക്ക് വെച്ച് ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്ന യഹോവ അരുളി ചെയ്യുന്നു. And this is my covenant with them, the Lord says. എന്റെ മേലുള്ളതിന്റെ ആത്മാവും My spirit who is upon you, എന്റെ വായിൽ നിന്റെ വായിൽ ഞാൻ തന്ന വചനവും and my words which I have put in your mouth, നിന്റെ വായിൽ നിന്നും it shall not depart from your നിന്റെ mouth, സന്തതിയുടെ വായിൽ നിന്നും nor from the mouth of your നിന്റെ descendants, സന്തതിയുടെ വായിൽ നിന്നും nor from the mouth of your descendants' ഒരു descendants. നാളും വിട്ടുമാറില്ല. And that shall never depart, says the Lord. ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമോ? Hallelujah. കർത്താവിനെ ആരാധിപ്പാൻ കഴിയുമോ? നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. What we have to pray unto the Lord. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. What we have to pray to the Lord. ദൈവമേ, My God. എന്റെ മേലുള്ളതിന്റെ ആത്മാവും I mean, the spirit which is upon എന്റെ me. വായിൽ നീ തന്ന വചനവും I mean, the word that you have given in my എന്റെ mouth. വായിൽ നിന്നും And from my mouth. എന്റെ സന്തതിയുടെ വായിൽ From നിന്നും my descendants' എന്റെ mouth. സന്തതിയുടെ വായിൽ From നിന്നും my descendants' ഒരു mouth. നാളും വിട്ടുമാറരുത്. It shall never depart, Lord. Amen. Hallelujah. എന്റെ മേലുള്ളതിന്റെ ആത്മാവും Amen. The spirit that is upon me. എന്റെ വായിൽ നീ തന്ന വചനവും And the word that you have എന്റെ വായിൽ നിന്നും from my mouth. എന്റെ സന്തതിയുടെ വായിൽ From നിന്നും my descendants' എന്റെ mouth. സന്തതിയുടെ വായിൽ From my നിന്നും descendants' mouth. വിട്ടുമാറരുത്. നീ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. Amen. If you have to pray that prayer, that you should have the spirit of God upon you first. നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ടോ? Amen. Do you have the spirit of God നിന്റെ upon you? വായിൽ ദൈവത്തിന്റെ വചനമുണ്ടോ? Amen. Do you have the word of God in your mouth? Amen. എത്ര പേർക്ക് ശക്തിയുടെ സ്തോത്രം പറയാൻ? Amen. Hallelujah. ഒരു കാര്യം ഇവിടുത്തെ മലയാളിയോട് ഞാൻ പറയാം. Amen. I just want to say this. ഈ നാട്ടിൽ നിന്ന് ലോകം മുഴുവൻ സുവിശേഷം എത്തിയ നാടാണ്. I mean, we know that from this nation the gospel has spread to around the world. എത്രയോ ഭക്തന്മാരുടെ നാടാണിത്. Amen. Many faithful men of God has risen. ജോൺ വെസ്ലിയുടെയും ജോൺ ഹസ്സിന്റെയും ഒക്കെ നാടാണിത്. Amen. This is the land of John Wesley and John Huss. എത്രയോ ഭക്തന്മാരുടെ നാടാണിത്. Amen. Many faithful men of God. ജോർജ് മുള്ളറുടെ നാടാണിത്. Amen. This is the land of John. പക്ഷേ ഇവിടുത്തെ പള്ളികളെല്ലാം ഇപ്പൊ വിൽക്കാനിട്ടേക്കല്ലേ? And but we hear many news about many churches closing down. ഇവിടുത്തെ തലമുറകൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? And many people, they don't believe in God here. എന്താണ് പറ്റിയത്?
what actually happened. എന്താണ് പറ്റിയത്? What happened here? തലമുറ ദൈവത്തെ ഉപേക്ഷിച്ച് പോകാൻ കാര്യം എന്താണ്? And what was the reason that the people have gone away from the Lord? നിങ്ങളെ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം കിട്ടി. I mean, I have given privilege to see you. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. And there are people who have come from different parts. നിങ്ങളോട് കാര്യം ഞാൻ പറയട്ടെ. I just want to share this. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. And if you all can ഞാൻ pray, ഇവിടെ പ്രസംഗിച്ചാൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കത്തുള്ളൂ. and I just want to say this before concluding. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And I thank and praise God for all the children. പക്ഷേ ഒരു വാണിംഗ് ഞാൻ തരികയാണ്. But I also want to give this warning. 15 വർഷം കഴിഞ്ഞ് And after 15 years, കർത്താവ് വരാൻ താമസിച്ചാൽ, if the Lord's coming is late, 10 വർഷം കഴിഞ്ഞ് after 10 years, ഈ ഇരിക്കുന്ന മക്കൾ these children who are seated here, നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലണ്ട് രക്ഷപ്പെട്ടു. amen, if the children who are seated here, if they are going to be with you worshiping the Lord, that will save this nation. നിങ്ങളുടെ കാനഡ രക്ഷപ്പെട്ടു. Amen, your Canada will be saved. നിങ്ങളുടെ ന്യൂയോർക്ക് രക്ഷപ്പെട്ടു. And then New York will be saved if that happens. നിന്റെ തലമുറ നിന്നോടൊപ്പം ദൈവത്തെ സേവിക്കാനുണ്ട്. നീ ഏത് രാജ്യത്ത് പോയാലും നീ അനുഗ്രഹിക്കപ്പെടുന്നു പറയാം. Amen, if your child is there along with you worshiping the Lord, wherever you go, I can say that it is a 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് നിന്റെ തലമുറ നിന്നോടൊപ്പം ഇല്ലെങ്കിൽ, and after 10 or 15 years, if your child is not along with you worshiping the Lord, ദൈവത്തെ സേവിപ്പാനില്ലെങ്കിൽ, if they are not there to serve the Lord, നിന്റെ കാനഡയും ഇംഗ്ലണ്ടും വട്ടപൂജ്യമാണ്. and anything that you hold, that will not have any value. കാരണം ദൈവം നിന്നെ അനുഗ്രഹിച്ചതിന്റെ തെളിവ് നിന്റെ കെട്ടിടത്തിന്റെ വലിപ്പമല്ല. Amen, the proof that the Lord has blessed you is not how big the house that you have, നിന്റെ കാറിന്റെ വിലയല്ല. and it is not the value of the car that നിന്റെ you have, ബാങ്ക് ബാലൻസ് അല്ല. and it is not the bank balance that you have. നിന്നെ ദൈവം അനുഗ്രഹിച്ചതിന്റെ തെളിവ് നീ സേവിക്കുന്ന ദൈവത്തെ നിന്റെ തലമുറ സേവിക്കുന്നതാണ്. Amen, the proof that the Lord has blessed you is the Lord whom you serve. When your child serves, that is the greatest blessing. നീ എടുത്ത വിശുദ്ധ വേദപുസ്തകത്തിന്റെ സന്താനം എടുക്കുന്നതാണ്. Amen, the Bible that you took, if your child takes that, that is the greatest blessing. കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ Amen, കഴിയും. hallelujah, let us clap our hands and give all glory to our God. ഹല്ലേലൂയ. 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 Hallelujah. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് അറിയാമോ? Why am I sharing this? പട്ടിണി കൊണ്ടും കഷ്ടത കൊണ്ടും അധികം ആരും യേശുവിനെ വിട്ടു പോയിട്ടില്ല. And when there was struggles and difficulties, people have not gone away from the Lord. എന്നാൽ സകലത്തിന്റെ ഈ സമൃദ്ധി ഹേതുവായി പലരും കർത്താവിനെ വിട്ടു പോയിട്ടുണ്ട്. But when people were prospered, that is when many people have departed from നമ്മൾ the പല Lord. രാജ്യത്തു നിന്ന് ഇവിടെ വന്ന എന്തിനു വേണ്ടിയാണ്? And we have come from all different nations. Why we have come here? എന്തിനു വേണ്ടിയാണ്? Why did we come here? നിങ്ങൾ പറ, എന്തിനു വേണ്ടിയാണ്? Why did we come here? ഒരു വീടിന് വേണ്ടിയാണോ? Did we come here for a house? ഒരു ജോലിക്ക് വേണ്ടിയാണോ? Did we come here for a job? വീട് വേണം, Do we need a house? ജോലി വേണം. We need a പക്ഷെ job. പിള്ളേർ മക്കളെല്ലാം ഓർത്തോണം, And our children also should. നിങ്ങൾക്ക് ലഭിച്ച വിദ്യാഭ്യാസം കൊണ്ട് ലോകത്തിൽ എവിടെ നിങ്ങൾക്ക് ഒരു വീടും കാറും കിട്ടിയാലേ. I mean, from the education that you have, you might have got a house or നിങ്ങളുടെ a. അപ്പന്റെ അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. I am telling about your parents. എന്നാ അവരിവിടെ എന്തിനാ വന്നെന്നറിയാമോ? But do you know why they came here? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അല്ലേ? They came for their Alle. children. തലമുറയുടെ നല്ല വിദ്യാഭ്യാസം, I mean, they came for the good education for the children. തലമുറയുടെ നല്ല ഭാവി. I mean, they're looking for a better future. മക്കൾക്ക് ജോലി കിട്ടി, And the children had good job, മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടി. and the children had good education. പക്ഷെ മക്കൾ നിത്യതയിലെത്തിയില്ലെങ്കിലോ? But if the children have not entered into the eternal life, മക്കളെ യേശുവിനെ അറിഞ്ഞില്ലെങ്കിലോ? and if your children have not known the Lord, ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, I mean, tonight in the Spirit of God, I can say, ദൈവം നിങ്ങളെ ഇവിടെ അയച്ചത് ഉപജീവനത്തിന് വേണ്ടി മാത്രമല്ല. I mean, the Lord has sent you not just to work. നിന്റെ അപ്പനും അമ്മയും നിന്നെ കരഞ്ഞു പ്രാർത്ഥിച്ച് പ്രാപിച്ച് ഇവിടെ അയച്ചത് ഇവിടെ ഭൗതിക ധനം സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല. I mean, your parents might have prayed for you. They have sent you here not just for some material യേശു blessing. കർത്താവിന്റെ സാക്ഷിയാകാൻ വേണ്ടിയാണ്. I mean, so that you will stand as a witness for ഈ Christ. രാജ്യത്തിന് വേണ്ടി ഇടിവ് നിൽപ്പാൻ വേണ്ടിയാണ്. I mean, you have to stand in the gap for this nation. നഷ്ടപ്പെട്ട മഹത്വം യേശുവിന്റെ നാമത്തിൽ രാജ്യത്തിന് മടക്കി വരുത്താൻ വേണ്ടിയാണ്. I mean, the glory of the Lord to return, to bring that back into this ഇവിടെ nation. അനേക പള്ളികൾ അമ്പലങ്ങളായി മാറുന്നു, And some churches are turned into അനേക temples, പള്ളികൾ മോസ്കുകളായി മാറുന്നു. and some churches are turned into ആ mosques. കൃപയാൽ ദൈവമക്കളായ നമ്മളും അനേകയിടത്തും ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. Amen. But as the people of God, we have come together. We are praising and worshiping God. വാസ് പറഞ്ഞ പോലെ നമ്മുടെ തലമുറ ഈ തലമുറയെ മടക്കി വരുത്തണം. Amen. We should bring our children should bring this generation back to the Lord. നിന്റെ തലമുറ ഈ തലമുറയെ മടക്കി വരുത്തണം. Amen. Your children should bring this generation നിന്റെ back to the തലമുറ ഈ Lord. തലമുറയെ മടക്കി വരുത്തണം. Amen. Our children should bring the generation യേശുവിന്റെ back നാമത്തിൽ to നീ the Lord. പ്രാർത്ഥിച്ചോണം. Amen. In the name of
Jesus, you should കൈകൾ pray. അടിച്ച് വാതുള്ള ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. Let us clap our hands and pray. അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാണ്. Amen. Let us pray in tongues. ഓ ഭാഷമ റകലല്ല ദിവാന ഉടമൽഖന സഫരിയാന സഫന. പ്രിയ മക്കളെ, മക്കൾ ഡോക്ടറാകുന്ന നല്ല കാര്യമാണ്. Amen. My beloved people of God, it is good that your children എഞ്ചിനീയറാകുന്ന become നല്ല കാര്യമാണ്. it is good that they become an engineer. ടീച്ചറാകുന്ന നല്ല കാര്യമാണ്. It is good they become a teacher. അതിനേക്കാൾ നല്ലൊരു കാര്യമുണ്ട് നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്റെ കുഞ്ഞുങ്ങൾ ആത്മീയരായി കാണുന്നത്. Amen. Hallelujah. More than everything, it is very good to see that your children are spirit-filled children. നാം പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. Amen. When we pray, the Lord will do miracles for us. നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ തലമുറയിൽ ഒരുത്തൻ യേശുവിനെ പ്രസംഗിക്കുന്നവനാകണം? Amen. How many of you pray for your children? At least one of them should preach Jesus. ഈ രാജ്യത്തെ മടക്കി വരുത്താൻ അഭിഷേകമുള്ള ഒരു തലമുറ എഴുന്നേൽക്കാൻ എത്ര പേർ പ്രാർത്ഥിക്കുന്നു? How many of you pray that one of your child or they should rise up to bring the nation back to the Lord? ഭക്തന്മാർ ഇവിടുന്ന് മൺമറഞ്ഞു പോയ ഭക്തന്മാരെ പോലെ ഇന്ത്യയെ കുലുക്കുന്ന ഇംഗ്ലണ്ടിനെ ചലിപ്പിക്കുന്ന അഭിഷക്തന്മാർ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റ് വരണം. Amen. Many anointed ones who have shaken the nations before. Let us pray that such mighty ones will arise from the midst നിങ്ങൾ of us. പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചെയ്യും. Amen. When we are ready to pray, our God is going to do that. ദാൻ മുതൽ ബർശേവ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ അറിയപ്പെട്ട ശൗമേൽ പ്രവാചകൻ ഒരു തള്ളയുടെ കണ്ണുനീരിന് മറുപടിയായിരുന്നു. Amen. We know that Samuel was called as a faithful prophet from Dan to Beersheba. He was an answer to a prayer to a mother who was പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുഖത്ത് നോക്കി സർപ്പസന്തതികളെ എന്ന് സിംഹതുല്യം ഗർജിച്ച യോഹന്നാൻ സ്നാപകൻ ഒരു തള്ളയുടെ കണ്ണുനീരിന് മറുപടിയായിരുന്നു. Amen. John the Baptist was an answer to the prayer of his parents, and he was able to look unto the Pharisees and call them son of നിങ്ങൾ നിങ്ങളുടെ തലമുറ ഓർത്ത് കരഞ്ഞാൽ നിങ്ങളുടെ കണ്ണടയും മുമ്പ് നിന്റെ തലമുറ യേശുവിന് വേണ്ടി നിൽക്കുന്നതിനൊക്കെ കാണാൻ കഴിയും. Amen. If you are ready to pray for your children before you die, you are going to see that your children are going to stand for the Lord. ഈ ഇന്ത്യയെ കുലുക്കുന്ന ചില അഭിഷക്തന്മാർ നമ്മുടെ സഭയിൽ നിന്നിട്ട് വരട്ടെ. Amen. Let us pray that anointed ones who will shake the nations will rise from here. മക്കളെ വളർത്തി സാത്താന് കൊടുക്കുന്നതിനേക്കാൾ എത്ര നല്ലതാ മക്കളെ വളർത്തി ദൈവത്തിന് കൊടുക്കുന്നത്. Amen. How good it is to raise up your child and give them to the Lord. ആമേൻ. Amen.